ഹലോ ദിയർ, എ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡംസ് എന്ന ഡങ്കിൻ്റെയും മെഗിൻ്റെയും മനോഹര കാഴ്ചകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വെസ്റ്ററോസ് ലോകത്തിലേക്ക് കടക്കുകയാണ്. അതും വെസ്റ്ററോസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഗെയിം ഓഫ് ത്രോൺസ് എന്ന ഇതിഹാസ പരമ്പരയിൽ നമ്മൾ കണ്ട സംഭവങ്ങൾക്ക് കൃത്യം 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ 1ാം സീസൺ പറയുന്നത്. അന്ന് വെസ്റ്ററോസിലെ പ്രശസ്തമായ ഇരുമ്പ് സിംഹാസനം അഥവാ അയൺ ത്രോൺ ഭരിക്കുന്നത് ശക്തരായ ടാർഗേറിയൻ രാജവംശമാണ്. അവരുടെ ശക്തിയും അധികാരവും അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത്. ആകാശത്ത് അങ്ങോളം ഇങ്ങോളം ഭീമാകാരന്മാരായ ഡ്രാഗണുകൾ സർവ്വസ്വതന്ത്രരായി പറന്നു നടക്കുന്ന സമയം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. അന്നത്തെ വെസ്റ്ററോസ് രാജാവായ ജെഹറിസ് ടാർഗേറിയൻ തൻ്റെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയമാണത്. അദ്ദേഹത്തിന് ശേഷം ഈ വിശാലമായ രാജ്യം ആര് ഭരിക്കും എന്നതായിരുന്നു രാജസസിലെ ഏറ്റവും വലിയ ചോദ്യം. കാരണം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന ആൺമക്കൾ ആരും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. ഈ ഒരു വലിയ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി തൻ്റെ പിൻഗാമിയായി കണ്ടെത്താനായി രാജാവ് ഒരു വലിയ കൗൺസിൽ, ഗ്രേറ്റ് കൗൺസിൽ വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. രാജ്യത്തെ പ്രഭുക്കന്മാരും പ്രമുഖരും എല്ലാം അവിടെ ഒത്തുകൂടി. വാസ്തവത്തിൽ ന്യായമായും രാജാവിൻ്റെ ഏറ്റവും മൂത്ത കൊച്ചുമകളായ റെയ്നീസ് രാജകുമാരിക്കായിരുന്നു ആ സിംഹാസനത്തിന് അവകാശമുണ്ടായിരുന്നത്. എന്നാൽ വെസ്റ്ററോസിലെ പ്രഭുക്കന്മാർക്ക് ഒരു സ്ത്രീ രാജ്യം ഭരിക്കുന്നത് അംഗീകരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അവർ റെയ്നീസിനെ തഴഞ്ഞുകൊണ്ട് പകരം ജെഹറസിൻ്റെ മൂത്ത കൊച്ചുമകനായ വിസെറിസിനെ അടുത്ത രാജാവായി തിരഞ്ഞെടുത്തു. അങ്ങനെ അവകാശമുണ്ടായിട്ടും ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം റെയ്നീസിന് അധികാരം നഷ്ടപ്പെട്ടു. വർഷങ്ങൾ പലത് കടന്നുപോയി. ജെഹറസിൻ്റെ മരണശേഷം രാജാവായ അധികാരമേറ്റ വിസെറിസ് തൻ്റെ ഭരണകാലത്ത് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. മുൻഗാമിയെപ്പോലെ തന്നെ അദ്ദേഹത്തിനും ഒരു ആൺതരി അഥവാ സിംഹാസനത്തിന് അവകാശിയായി ഒരു മകൻ ജനിച്ചിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് തൻ്റെ മകളായ റാനീറയുമായി വളരെ ഊഷ്മളവും സ്നേഹം നിറഞ്ഞതുമായ ഒരു ബന്ധമുണ്ടായിരുന്നു. അല്പം പിടിവാശിക്കാരിയായ ഒരു കൗമാരക്കാരിയായിരുന്നു റാനീറ. തനിക്കൊരു മകനില്ലാത്തത് കൊണ്ട് തന്നെ വിസെറിസിൻ്റെ നിലവിലെ അനന്തരാവകാശി അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയനായ ഡെയ്മൺ ടാർഗേറിയൻ ആയിരുന്നു. എന്നാൽ ആ തീരുമാനത്തോട് രാജാവിൻ്റെ വലം കൈയായ ഹാൻഡ് ഓഫ് ദ കിങ് ആയി പ്രവർത്തിക്കുന്ന സർ ഓട്ടോ ഹൈറ്റവറിന് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. ഡെയ്മണിൻ്റെ അക്രമ സ്വഭാവവും നയതന്ത്രമില്ലായ്മയും ഓട്ടോയ്ക്ക് തീരെ പിടിച്ചിരുന്നില്ല. ഡെയ്മണിനേക്കാൾ മികച്ച മറ്റാരെങ്കിലും രാജാവ് സിംഹാസനത്തിൻ്റെ അവകാശിയായി കണ്ടെത്തണമെന്ന് ഓട്ടോ നിരന്തരം വാശി പിടിച്ചുകൊണ്ടിരുന്നു. ഓട്ടോയുടെ പേടിയിൽ കുറച്ചു കാര്യങ്ങൾ ഇല്ലാതില്ല. കാരണം ഡെയ്മണിന് കൊട്ടാരത്തിൽ സ്വന്തമായി ചില രഹസ്യ പദ്ധതികളുണ്ടായിരുന്നു. ഇതിനയാൾ തൻ്റെ കാമുകിയുടെ മൈസേരിയ എന്ന വൈറ്റ് വോമിൻ്റെ സഹായം തേടിയിരുന്നു. കൊട്ടാരത്തിലെ രഹസ്യങ്ങൾ ചോർത്താൻ മൈസേരിയയുടെ ചാരന്മാരുടെ വലിയൊരു വലയം തന്നെ ഡെയ്മൺ ഉപയോഗിച്ചിരുന്നു. ഇതിനിടയിലാണ് വിസെറിസ് രാജാവിന് ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ എമ്മ വീണ്ടും ഗർഭിണിയായിരിക്കുന്നു. ഇത്തവണ തനിക്കൊരു ആൺകുട്ടി തന്നെ ജനിക്കുമെന്ന ഉറപ്പിൽ ആ സന്തോഷം ആഘോഷിക്കാൻ വിസെറിസ് കൊട്ടാരത്തിൽ ഒരു വലിയ ടൂർണമെൻറ്റ് തന്നെ സംഘടിപ്പിച്ചു. വെസ്റ്ററോസിൻ്റെ പല ഭാഗത്തു നിന്നും യോദ്ധാക്കൾ അവിടെ എത്തി. ഈ ടൂർണമെൻറ്റിനിടയിലാണ് റാനീറയും അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ ഓട്ടോ ഹൈറ്റവറുടെ മകൾ ആലിസൻറ്റും ക്രിസ്റ്റൻ കോൾ എന്നൊരു യുവ പോരാളിയെ ശ്രദ്ധിക്കുന്നത്. കുതിരപ്പുറത്തുള്ള പോരാട്ടത്തിലും നേരിട്ടുള്ള യുദ്ധത്തിലും വളരെ മികച്ച പോരാളിയായ ഡെയ്മണിനെ പോലും ക്രിസ്റ്റൻ കോൾ തോൽപ്പിച്ചു കളഞ്ഞു. ഇത് റാനീറയുടെയും ആലിസന്റെയും മനസ്സിൽ ക്രിസ്റ്റൻ കോളിനോട് ഒരു ആരാധന ഉണ്ടാക്കാൻ കാരണമായി. എന്നാൽ ആ ടൂർണമെൻ്റ് ആഘോഷങ്ങൾക്കിടയിൽ കൊട്ടാരത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചു. പ്രസവവേദന തുടങ്ങിയ എമ്മയുടെ ആരോഗ്യനില വഷളായി. കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുക്കാൻ അടിയന്തര ശസ്ത്രക്രിയ ചെയ്യണമെന്ന് വൈദ്യന്മാർ രാജാവിനെ അറിയിച്ചു. എന്നാൽ ആ ശസ്ത്രക്രിയ ചെയ്താൽ ഭാര്യ മരിക്കുമെന്നും മകനെ മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്നും അവർ വ്യക്തമാക്കി. ആൺകുട്ടി വേണമെന്ന മോഹത്തിൽ വിസെറിസ് ആ ശസ്ത്രക്രിയയ്ക്ക് സമ്മതം നൽകി. അങ്ങനെ എമ്മ മരണപ്പെട്ടു. എന്നാൽ വിസെറിസ് ആഗ്രഹിച്ച പോലെ ഒരാൺകുട്ടി ജനിക്കുകയും ചെയ്തു. ബെയ്ലോൺ എന്നു പേരിട്ട ആ കുഞ്ഞ് പക്ഷേ മണിക്കൂറുകൾക്കകം മരണത്തിന് കീഴടങ്ങി. സ്വന്തം തീരുമാനത്താൽ പ്രിയതമയായ ഭാര്യയെയും കാത്തിരുന്ന് കിട്ടിയ മകനെയും നഷ്ടപ്പെട്ട വിസെറിസ് മാനസികമായി തീർത്തും തകർന്നുപോയി. ഈ വലിയ സങ്കടത്തിനിടയിലാണ് ഡെയ്മൺ തൻ്റെ സഹോദരൻ്റെ മരിച്ച മകനെ പരിഹസിച്ചുകൊണ്ട് ഒരു ദിവസത്തെ അവകാശി എന്ന് വിളിക്കുന്നത്. ഇതറിഞ്ഞ വിസെറിസ് ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. അയാൾ ഡെയ്മണിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. വിസെറിസ് ഒരു ദുർബലനായ രാജാവാണെന്നും വെറും ഓട്ടോ ഹൈറ്റവറിൻ്റെ പാവം മാത്രമാണെന്നും ഡെയ്മൺ മുഖത്തോക്കി പറഞ്ഞു. സഹിട്ട വിസെറിസ് തൻ്റെ അനിയനെ കിങ്സ് ലാൻഡിൽ നിന്നും നാട് കടത്തുകയും അതിനുശേഷം വളരെ നിർണായകമായ തീരുമാനമെടുക്കുകയും ചെയ്തു. തൻ്റെ മകൾ റാനീറയെ സിംഹാസനത്തിൻ്റെ അടുത്ത ഔദ്യോഗിക അവകാശിയായി അദ്ദേഹം പ്രഖ്യാപിച്ചു. വെസ്റ്ററോസിലെ പ്രഭുക്കന്മാർ രാജാവിൻ്റെ ആജ്ഞ അനുസരിക്കുകയും ഒരു സ്ത്രീ എന്ന സംശയം പലർക്കും ഉള്ളിൽ ഉണ്ടായിരുന്നിട്ടും റാനീറയോട് കൂറ് പ്രഖ്യാപിക്കുകയും ചെയ്തു. റാനീറയെ തൻ്റെ ഔദ്യോഗിക അവകാശിയാക്കിയ ശേഷം വിസെറിസ് അവൾക്ക് ടാർഗേറിയൻ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം കൈമാറി. ആദ്യത്തെ ടാർഗേറിയൻ രാജാവായ എയ്ഗൺ ദ കോൺകറർ കണ്ട ഒരു വലിയ സ്വപ്നം അഥവാ പ്രവചനമായിരുന്നു അത്. വടക്കു നിന്ന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന ഒരു വലിയ വിപത്ത് വരുമെന്നും അത് തടയണമെങ്കിൽ അയൺ ത്രോണിൽ ഒരു ടാർഗേറിയൻ തന്നെ ഇരിക്കണമെന്നുമായിരുന്നു ആ പ്രവചനം. അവകാശി എന്ന നിലയിൽ റാനീറയ്ക്ക് ഇനി മുതൽ രാജാവിൻ്റെ സ്മോൾ കൗൺസിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും അനുവാദം ലഭിച്ചു.
പക്ഷേ സദസ്സിലെ മറ്റ് പ്രഭുക്കന്മാർ അവളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുത്തില്ല. എങ്കിലും രാജാവിൻ്റെ കാവൽക്കാരെ കിങ്സ് ഗാർഡിലേക്ക് പുതിയൊരാളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം റാനീറയ്ക്ക് ലഭിച്ചു. അവൾ ഒട്ടും ചിന്തിക്കാതെ തൻ്റെ ആരാധനാപാത്രമായ സർ ക്രിസ്റ്റൻ കോളിനെ തന്നെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. വിസെറിസ് നല്ലൊരു രാജാവാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുന്ന ഒരു ദുർബലനാണെന്ന തോന്നൽ റാനീറയ്ക്കുണ്ടായിരുന്നു. ടാർഗെറിയൻസ് ശക്തരായ ഡ്രാഗൺ റൈഡർമാരാണെന്നും ജനങ്ങളുടെ മനസ്സിൽ ഭയവും ബഹുമാനവും ഉണ്ടാക്കിയെടുക്കണമെന്നും അവൾ വിശ്വസിച്ചു. ഇതേസമയം സർ ഓട്ടോ ഹൈടവർ തൻ്റെ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ഭാര്യ മരിച്ച് ദുഃഖിതനായിരിക്കുന്ന രാജാവിനെ ആശ്വസിപ്പിക്കാൻ അയാൾ തൻ്റെ സ്വന്തം മകളായ അലിസന്നെ നിർബന്ധിച്ച് പറഞ്ഞുവിട്ടു. ഇതിനിടയിൽ വിസെറിസിൻ്റെ കസിനായ റാനിസും അവളുടെ ഭർത്താവും വെസ്റ്റ്രോസിലെ ഏറ്റവും വലിയ നാവികസേനയുടെ തലവനുമായ, അതായത് മാസ്റ്റർ ഓഫ് ഷിപ്സായ കോർലിസ് വെലോറിയനും ഒരു വലിയ പ്രപ്പോസലുമായി രാജാവിനെ സമീപിച്ചു. തങ്ങളുടെ മകളെ ലേനയെ രാജാവ് വിവാഹം കഴിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ടാർഗെറ്റ്മാരെ പോലെ പൗരാണികമായ ഡ്രാഗൺ റൈഡേഴ്സിൻ്റെ പാരമ്പര്യമില്ലാത്തവരാണ് ഈ വെലോറിയൻസ്. ഇവർ തമ്മിലുള്ള ബന്ധം രാജ്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കും എന്നവർ വിശ്വസിച്ചു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിസെറിസ് തനിക്ക് ആശ്വാസം നൽകിയ അലിസെൻറ്റിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം അലിസെൻറ്റും റാനീറയും തമ്മിലുള്ള വലിയ സൗഹൃദത്തിൽ വിള്ളൽ വീഴ്ത്തി. മാത്രമല്ല, തന്നെ അപമാനിച്ചതായി കരുതിയ വെലാറിയൻ കുടുംബം രാജാവുമായി തെറ്റിപ്പിരിക്കുകയും അവർ ഡെയ്മൺ ടാർഗെറിയനുമായി പുതിയൊരു സഖ്യമുണ്ടാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 3 വർഷങ്ങൾക്ക് ശേഷം സ്റ്റെപ്സ്റ്റോൺസ് എന്ന സ്ഥലത്ത് ഡെയ്മണും കോർലിസ് വെലാരിയനും ചേർന്ന് വലിയൊരു യുദ്ധം നയിക്കുകയായിരുന്നു. വെസ്റ്റ്രോസിലെ കപ്പലുകളെയും മറ്റും നിരന്തരം ആക്രമിച്ചിരുന്ന ക്രാബ് ഫീഡർ എന്ന വില്ലൻ്റെ നേതൃത്വത്തിലുള്ള ട്രയാർക്കി എന്ന സംഘത്തെ തോൽപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ യുദ്ധത്തിൽ ഡെയ്മൺ തൻ്റെ ശൗര്യം തെളിയിച്ചു. സ്വന്തം സഹോദരനേക്കാൾ വീരനാണ് താനെന്ന് മറ്റു പ്രഭുക്കന്മാരെ കൊണ്ട് സമ്മതിപ്പിച്ചു. പക്ഷേ ആ വിജയത്തിൽ അഹങ്കരിക്കാതെ സ്വന്തം ചേട്ടനോടുള്ള സ്നേഹം കാരണം ഡെയ്മൺ കിങ്സ് ലാൻഡിലേക്ക് തന്നെ തിരിച്ചു വരികയും വിസെറിസുമായി വീണ്ടും ഒന്നിക്കുകയും ചെയ്തു. അവിടെ വെച്ച് അയാൾ തൻ്റെ പ്രിയപ്പെട്ട മരുമകൾ റാനീറയെ വീണ്ടും കണ്ടുമുട്ടി. അവർക്കിടയിൽ വലിയൊരു സ്നേഹവും അതിലുപരി ഒരു പ്രണയവും വളർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വിസെറിസിനും അലിസനും എയ്ഗൺ എന്നൊരു മകൻ ജനിച്ചിരുന്നു. അലിസൻ്റാകട്ടെ വീണ്ടും ഗർഭിണിയുമായിരുന്നു. തനിക്കൊരു ആൺകുട്ടി ജനിച്ചെങ്കിലും തൻ്റെ കാലശേഷം റാനീറ തന്നെയായിരിക്കും സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് വിസെറിസ് അവൾക്ക് ഉറപ്പ് കൊടുത്തു. പക്ഷേ ഓട്ടോ ഹൈടവർ തൻ്റെ പേരുകുട്ടിയായ എയ്ഗണിനെ രാജാവാക്കാനുള്ള രഹസ്യ നീക്കങ്ങൾ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ റാനീറയെ ഒരു ശക്തനായ രാഷ്ട്രീയ സഖ്യകക്ഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ വിസെറിസ് തീരുമാനിച്ചു. ഇതിനായി ജെയ്സൺ ലാനിസ്റ്റർ ഉൾപ്പെടെയുള്ള പലരെയും കണ്ടെങ്കിലും റാനീറയ്ക്ക് അവരോടൊന്നും യാതൊരു താല്പര്യവുമില്ലായിരുന്നു. ഈ സമയത്ത് ഡെയ്മൺ റാനീറയെ അവളുടെ ലൈംഗിക സ്വാതന്ത്ര്യം, സെക്ഷുവാലിറ്റി കണ്ടെത്താൻ പ്രേരിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി വിവാഹം കഴിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത കിങ്സ് ഗാർഡ് പോരാളിയായ ക്രിസ്റ്റൻ കോളിനെ റാനീറ വശീകരിക്കുകയും അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തൻ്റെ മകളും സഹോദരനും തമ്മിലുള്ള ഈ അടുപ്പത്തെക്കുറിച്ചറിഞ്ഞ വിസെറിസ് സിംഹാസനം സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഡെയ്മൺ ഇതെല്ലാം ചെയ്തതെന്ന് സംശയിച്ചു. ദേഷ്യം വന്ന രാജാവ് ഡെയ്മണിനെ വീണ്ടും നാടുകടത്തി. വെയിൽ എന്ന സ്ഥലത്ത് അയാൾക്ക് പണ്ട് നിർബന്ധിതമായി വിവാഹം കഴിക്കേണ്ടി വന്ന ഭാര്യയുടെ അടുത്തേക്കാണ് അയാളെ പറഞ്ഞയച്ചത്. എന്നാൽ അവിടെ എത്തിയ ഡെയ്മൺ അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തി. കൊട്ടാരത്തിൽ വിസെറിസ് റാനീറയെ നിർബന്ധിച്ച് കോർലിസിൻ്റെയും റാനിസിൻ്റെയും മകനായ ലെയ്നർ വെലാറിയനെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. രണ്ടു കുടുംബങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഇതൊരു വഴിയാകുമെന്ന് രാജാവ് കരുതി. ഇതിനിടയിൽ ഓട്ടോ ഹൈടവർ തന്നെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് റാനീറ രാജാവിനോട് പരാതിപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ വിസെറിസ് ഓട്ടോയെ ഹാൻഡ് ഓഫ് ദ കിങ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും പകരം വളരെ നല്ലവനായ ലയണൽ സ്ട്രോങ്ങിനെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുകയും ചെയ്തു. റാനീറയെ പ്രണയിച്ച് തൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തിയ ക്രിസ്റ്റൻ കോൾ അവളോടെല്ലാം ഉപേക്ഷിച്ച് തന്നോടൊപ്പം ഓടിപ്പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ റാനീറ അത് സ്നേഹപൂർവ്വം നിരസിച്ചു. ലൈനറുമായിട്ടുള്ള വിവാഹം വെറുമൊരു പേരിന് മാത്രമായിരിക്കുമെന്നും ക്രിസ്റ്റൻ കോളിന് തൻ്റെ കാമുകനായി തുടരാമെന്നും അവൾ പറഞ്ഞു. എന്നാൽ ഇത് ക്രിസ്റ്റൻ കോളിനെ വല്ലാതെ അവമാനിക്കുന്നതിന് തുല്യമായിരുന്നു. അയാൾ ഓഫർ നിരസിക്കുകയും റാനീറോട് വലിയൊരു വക മനസ്സിൽ സൂക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഓട്ടോ ഹൈടവർ പോകുന്നതിന് മുമ്പ് അലിസന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. റാനീറ അധികാരത്തിൽ വന്നാൽ അലിസൻ്റെ മക്കൾക്ക് അതൊരു വലിയ ഭീഷണിയാകുമെന്ന്. ഇത് അലിസനെ ഭയപ്പെടുത്തി. ഇതിനിടയ്ക്ക് നിരാശനായ ക്രിസ്റ്റൻ കോൾ അലിസനുമായി കൂട്ടാവുകയും അവർ പരസ്പരം റാനീറയോടുള്ള പക വളർത്തിയെടുക്കുകയും ചെയ്തു. റാനീറയും ലൈനറും വിവാഹത്തിനായി തയ്യാറെടുക്കുമ്പോൾ ലൈനർ തൻ്റെ ഒരു വലിയ രഹസ്യം റൈനീറയോട് തുറന്നു പറഞ്ഞു. താൻ ഒരു സ്വവർഗ അനുരാഗിയാണെന്ന്. ഇത് കേട്ട റൈനീറ തങ്ങളുടെ വിവാഹം വെറും ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിരിക്കുമെന്ന് അവരുമായി ധാരണയിലെത്തി. വിവാഹ സൽക്കാരത്തിനിടെ ലൈനറുടെ രഹസ്യ കാമുകനായ ജോഫ്രി ക്രിസ്റ്റൻ കോളിനോട് സംസാരിക്കാൻ വന്നു. തങ്ങൾ രണ്ടുപേരും ഒരേ അവസ്ഥയിലുള്ള കാമുകന്മാരാണെന്ന് ജോഫ്രി പറഞ്ഞത് ക്രിസ്റ്റൻ കോളിന് തീരെ പിടിച്ചില്ല. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് കരുതിയ ക്രിസ്റ്റൻ കോൾ സഹസിന് മുന്നിൽ വെച്ച് അതിക്രൂരമായി ജോഫ്രിയെ തല്ലിക്കൊന്നു. കഥ പിന്നെ നടക്കുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. റാനീറയ്ക്കും ലൈനറിനും ഇപ്പോൾ 3 ആൺമക്കളുണ്ട്: ജെയ്സ്, ലൂക്ക്, ജോഫ്രി. എന്നാൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് ആർക്കും ടാർഗെറിയൻ കുടുംബത്തിൻ്റെയോ വെലാറിയൻ കുടുംബത്തിൻ്റെയോ വെള്ളമുടി അല്ല ഉണ്ടായിരുന്നത്, മറിച്ച് കടുങ്കാപ്പി നിറത്തിലുള്ള മുടിയായിരുന്നു. ഇത് രാജാവിൻ്റെ ചെവിയിലുമെത്തി.
ഈ കുട്ടികൾ റാനിയറയ്ക്ക് മറ്റു ബന്ധത്തിലുണ്ടായതാണെന്ന് ഓട്ടോയും അലിസന്റും വിസെറസിനോട് തർപ്പിച്ച് പറഞ്ഞെങ്കിലും വിസെറസ് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം തൻ്റെ മകൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. സത്യം എന്താണെന്ന് വെച്ചാൽ ലയണൽ സ്ട്രോങ്ങിൻ്റെ മകനായ സർ ഹാർവിൻ സ്ട്രോങ്ങുമായി റാനിയറ വർഷങ്ങളായി രഹസ്യ പ്രണയത്തിലായിരുന്നു. ഈ കുട്ടികൾ സത്യത്തിൽ ഹാർവിൻ്റേതായിരുന്നു. റാനിയറോട് കടുത്ത പകയുള്ള ക്രിസ്റ്റൻ കോൾ ഇത് മുതലെടുത്ത് പരസ്യമായി ഹാർവിനെ പ്രകോപിപ്പിച്ച് ഒരു വഴക്കിന് തുടക്കമിട്ടു. കുട്ടികളുടെ യഥാർത്ഥ അച്ഛൻ ഹാർവിനാണെന്ന് എല്ലാവർക്കും മുന്നിൽ വെച്ച് ക്രിസ്റ്റൻ വിളിച്ചു പറഞ്ഞു. അപമാനിതനായ ഹാർവിന് സ്വന്തം കാമുകിയോടും മക്കളോടും യാത്ര പറഞ്ഞ് അച്ഛനായ ലയണൽ സ്ട്രോങ്ങിനൊപ്പം ഹാരൻ ഹാളിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഇതിനിടയിൽ അലിസന്റെ മനസ്സിൽ റാനിയറോടുള്ള വെറുപ്പ് കൊടുമുടിയേറിയിരുന്നു. തൻ്റെ മൂത്ത മകനായ എയ്ഗൺ തന്നെ രാജാവാകണമെന്ന് അവൾ ഉറപ്പിച്ചു. ലയണലിൻ്റെ മറ്റു മകനും വലിയൊരു തന്ത്രശാലിയുമായ ലാരിസ് സ്ട്രോങ്ങിനോട് അലിസൺ തൻ്റെ ഒരു ആഗ്രഹം തുറന്നു പറഞ്ഞു. തൻ്റെ അച്ഛനായ ഓട്ടോയെ വീണ്ടും ഹാൻഡ് ഓഫ് ദ കിങ് സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന്. അലിസണിനോടുള്ള തൻ്റെ വിശ്വസ്തത തെളിയിക്കാൻ ലാരിസ് ചില വാടക കൊലയാളികളെ വെച്ച് സ്വന്തം വീടായ ഹാരൻ ഹാളിന് തീയിട്ടു. ആ കൊടിയ തീപിടുത്തത്തിൽ ലാരിസിൻ്റെ സ്വന്തം അച്ഛനായ ലയണലും സഹോദരൻ ഹാർവിനും വെന്തു മരിച്ചു. അങ്ങനെ ലാരിസ് ആഗ്രഹിച്ചതുപോലെ ഓട്ടോ ഹൈടവർ വീണ്ടും ഹാൻഡ് ഓഫ് ദ കിങ്ങായി തിരികെ കൊട്ടാരത്തിലേക്കെത്തി. മറുവശത്ത് ഡെയ്മൺ കോർലസിൻ്റെ മകളായ ലെനയെ വിവാഹം കഴിച്ച് എസ്സോസിൽ വളരെ സമാധാനപരമായ ജീവിതം നയിക്കുകയായിരുന്നു. അവർക്ക് ബെയ്ല, റൈന എന്നീ 2 പെൺമക്കളുണ്ടായിരുന്നു. എല്ലാവരും മികച്ച ഡ്രാഗൺ റൈഡർമാരായിരുന്നു. എന്നാൽ ലെന തൻ്റെ 3ാമത്തെ പ്രസവത്തിലുണ്ടായ സങ്കീർണതകൾ കാരണം മരണപ്പെട്ടു. ഡെയ്മൺ വീണ്ടും ഒറ്റപ്പെട്ടു. സ്വന്തം പങ്കാളികളെ നഷ്ടപ്പെട്ട റാനിയറയും ഡെയ്മണും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുകയും അവർ തമ്മിലുള്ള പ്രണയം വീണ്ടും തളർക്കുകയും ചെയ്തു. ലെനയുടെ ശവസംസ്കാര ചടങ്ങിനിടെ വലിയൊരു പ്രശ്നമുണ്ടായി. അലിസന്റെ 2ാമത്തെ മകനായ എയ്മണ്ട് ലെനയുടെ ഭീമാകാരനായ ഡ്രാഗൺ വെയ്ഗാറിനെ രഹസ്യമായി സ്വന്തമാക്കി. തൻ്റെ അമ്മയുടെ ഡ്രാഗൺ തനിക്ക് അവകാശപ്പെട്ടാണെന്ന് വിശ്വസിച്ചിരുന്ന റൈനയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടിയായി. റാനിയറയുടെ മക്കൾ തങ്ങളുടെ കസിന്മാരെ സഹായിക്കാൻ വരികയും അത് വലിയൊരു അടിപിടിയിൽ കലാശിക്കുകയും ചെയ്തു. ഈ വഴക്കിനിടയിൽ റാനിയയുടെ മകൻ ലൂക്ക് എയ്മണ്ടിൻ്റെ ഒരു കണ്ണ് കത്തി കൊണ്ട് വരിഞ്ഞു കയറി. സ്വന്തം മകൻ്റെ കണ്ണ് പോയതുകൊണ്ട് അലിസന്റ് രോഷം കൊണ്ട് വിറച്ചു. അവർ നീതിക്കായി രാജാവിനെ സമീപിച്ചെങ്കിലും റാനിയരുടെ മക്കളെ ശിക്ഷിക്കാൻ വിസേറിസ് തയ്യാറായില്ല. ഇതിൽ മനനൊന്ത അലിസന്റ് തൻ്റെ അച്ഛനായ ഓട്ടോയുടെ അടുക്കൽ ആശ്വാസം കണ്ടെത്തി. തൻ്റെ സിംഹാസനത്തിന് അലിസന്റെ സംഘവും വലിയ ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ റാനിയറ ഡെയ്മണ്ട് സഹായം തേടി. തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ അവരൊരു പദ്ധതി തയ്യാറാക്കി. റാനിയുടെ ഭർത്താവായ ലൈനറെ അവൻ്റെ പുതിയ കാമുവിനൊപ്പം സമാനമായി ജീവിക്കാൻ വേണ്ടി ദൂരേക്ക് പറഞ്ഞയക്കുകയും ലൈനർ മരിച്ചതായി എല്ലാവരെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം റാനിയറയും ഡെയ്മണും വിവാഹിതരായി ടാർഗൻ രാജവംശത്തിലെ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കി. പിന്നെയും 6 വർഷങ്ങൾ കടന്നുപോയി. വിസെറസ് രാജാവ് തീർത്തും ആവശ്യനായി. ശരീരം മുഴുവൻ അഴുകി മരണാസന്നനായി കിടക്കുകയാണ്. ഭരണപരമായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അലിസന്റും ഓട്ടോയുമാണ് നോക്കി നടത്തുന്നത്. കിരീടാവകാശിയായ എയ്ഗണാകട്ടെ സ്വന്തം സഹോദരിയായ എലേനെ വിവാഹം കഴിച്ച് കുട്ടികളുടെ അച്ഛനായിട്ടും മുഴുവൻ സമയവും മദ്യപിച്ചും സ്ത്രീകളോടൊപ്പം സമയം ചെലവഴിച്ച് നടക്കുകയാണ്. അതേസമയം ക്രിസ്റ്റൻ കോൾ എയ്മണ്ടിനെ അതിക്രൂരനായ ഒരു യോദ്ധാവായി പരിശീലിപ്പിച്ചെടുത്തിരുന്നു. വിസെറിസ് ഏതു നിമിഷവും മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ അരികിലെത്തി വലിയൊരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു. രാജാവിനു വേണ്ടി സ്വന്തം കുടുംബം ഒറ്റക്കെട്ടാണെന്ന് അവർ പുറമേ കാണിച്ചു. ഡെയ്മൺ പോലും തൻ്റെ ചേട്ടന് കിരീടം വെച്ചു കൊടുത്ത് പരസ്യമായി സ്നേഹം പ്രകടിപ്പിച്ചു. എന്നാൽ ഈ സന്തോഷം അധികനേരം നീണ്ടു നിന്നില്ല. എയ്മണ്ട് റാനിയറുടെ മക്കളെ ബാസ്റ്റേഡ്സ്, അവിഹിത സന്തതികൾ എന്ന് വിളിച്ച് കളിയാക്കിയതോടെ കുട്ടികൾ തമ്മിൽ വീണ്ടും വലിയ വഴക്കായി. ഡെയ്മൺ ഇടപെട്ടാണ് അത് അവസാനിപ്പിച്ചത്. അന്ന് രാത്രി മരണത്തോട് മല്ലിടുന്ന വിസെറിസിൻ്റെ അടുത്തേക്ക് അലിസന്റ് ചെന്നു. മരുന്നിൻ്റെ ലഹരിയിൽ തൻ്റെ അടുത്ത് നിൽക്കുന്നത് റാനിയറയാണെന്ന് തെറ്റിദ്ധരിച്ച് വിസെറിസ് ഏഗൺ ദ കോങ്കറുടെ പ്രവചനത്തെക്കുറിച്ചും റാനിയറുടെ അവകാശത്തെക്കുറിച്ചും അവ്യക്തമായി സംസാരിച്ചു. എന്നാൽ രാജാവ് തൻ്റെ മകൻ എയ്ഗണിനെയാണ് യഥാർത്ഥ അവകാശിയെ ഉദ്ദേശിച്ചതെന്ന് അലിസന്റ് തെറ്റിദ്ധരിച്ചു. വിസെറിസ് ആ രാത്രി തന്നെ മരണത്തിന് കീഴടങ്ങി. രാജാവിൻ്റെ മരണം പുറത്തറിയുന്നതിന് മുമ്പ് തന്നെ ഓട്ടോയും അലിസന്റും സ്മോൾ കൗൺസിൽ വിളിച്ചു ചേർത്ത് എയ്ഗണിനെ രാജാവാക്കാനുള്ള ഗൂഢാലോചനകൾ തുടങ്ങി. ഈ ചതിക്ക് കൂടി നിൽക്കില്ലെന്ന് പറഞ്ഞ കൗൺസിൽ അംഗമായ ലോർഡ് ബീസ്ബെറിയെ ക്രിസ്റ്റൻ കോൾ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തി. ഇത് അവന് കിങ്സ് ഗാർഡിൻ്റെ തലവൻ ലോർഡ് കമാൻഡർ എന്ന വലിയ സ്ഥാനം നേടിക്കൊടുത്തു. കിങ്സ് ലാൻഡിങ്ങിലെ ഡെയ്മണ്ടിൻ്റെ ചാരശൃംഖല തകർക്കാൻ അലിസന്റെ വിശ്വസനായ ലാരിസ് മൈസേരിയുടെ വേശ്യാലയത്തിന് തീയിട്ടു. ഓട്ടോ കൊട്ടാരത്തിലുള്ള എല്ലാവരെയും ഭീഷണിപ്പെടുത്തി പുതിയ രാജാവായ ഏഗണിന് മുന്നിൽ മുട്ടുകുത്തിച്ചു. വിസമ്മതിച്ചവരെ ജയിലടയ്ക്കുകയും തൂക്കിലേറ്റുകയും ചെയ്തു. എന്നാൽ ഈ സമയം കൊട്ടാരത്തിലുണ്ടായിരുന്ന റാനിസ് വെലാരിയൻ ഏഗണിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവളെ അവർ തടവിലാക്കിയെങ്കിലും റാനിയറുടെ കൂറുള്ള എറിക് കാർഗിൽ എന്ന കിങ്സ് ഗാർഡ് അവളെ രക്ഷപ്പെടുത്തി. തൻ്റെ ഇരട്ട സഹോദരന്മാരിൽ ഒരാളായ ആറിക് ഏഗണിനൊപ്പം നിന്നപ്പോഴും എറിക് റാനിയരോടൊപ്പം നിന്നു. അവിടെ നിന്നും ഇവഞ്ച്വലി രക്ഷപ്പെട്ട് റാനിസും എറിക്കും നേരെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് എത്തി റാനിയുടെ വിവരങ്ങളെല്ലാം അറിയിച്ചു. തൻ്റെ പിതാവിൻ്റെ മരണവും തൻ്റെ സിംഹാസനം തട്ടിയെടുത്ത വിവരം കേട്ട റാനിയറയ്ക്ക് വലിയൊരു മാനസികാഘാതമുണ്ടായി. ഡെയ്മണ്ട് കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന റാനിയറയ്ക്ക് മാസം തികയാതെ പ്രസവവേദന വരികയും കുഞ്ഞ് മരിച്ചുകൊണ്ട് ജനിക്കുകയും ചെയ്തു.
ഈ തളർച്ചയ്ക്കിടയിലും ഡ്രാഗൺ സ്റ്റോണിലുള്ള എല്ലാവരും, കോർലിസും റാനിസും അടക്കം, റാനീറയെ തങ്ങളെ രാജ്ഞിയായി പ്രഖ്യാപിച്ചു. അവളുടെ മകൻ ജെയ്സിനെ കിരീടാവകാശിയെയും അംഗീകരിച്ചു. ഡെയ്മൺ അപ്പോൾ തന്നെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. റാണിയുടെ പക്ഷമായ ബ്ലാക്ക് ഫാക്ഷൻ, ടീം ബ്ലാക്ക്, അലിസന്റെ ഗ്രീൻ ഫാക്ഷനെതിരെ ടീം ഗ്രീനെതിരെ പോരാടാൻ സൈന്യത്തെ സ്വരൂപിക്കാൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായി വെസ്റ്റ്രോസിലെ പ്രഭുക്കന്മാരുടെ പിന്തുണ ഉറപ്പാക്കാൻ റാനീറ തന്റെ മക്കളായ ജെയ്സിനെയും ലൂക്കിനെയും ഡ്രാഗണുകളുടെ പുറത്ത് ദൂതന്മാരായി പറഞ്ഞയച്ചു. ലൂക്ക് തന്റെ ഡ്രാഗണിൽ സ്റ്റോം സെന്റിലെത്തി ലോർഡ് ബൊറോസ് ബരാത്തിയന്റെ പിന്തുണ ചോദിച്ചു. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് ഒരു വലിയ ഞെട്ടലാണ്. കാരണം ഏഗണിന്റെ പിന്തുണ തേടി എയ്മണ്ട് അവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു. ലൂക്ക് തിരികെ മടങ്ങാൻ ശ്രമിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കണ്ണ് നഷ്ടപ്പെട്ടതിന്റെ പക തീർക്കാൻ എയ്മണ്ട് അവനെ പിന്തുടർന്നു. വെറുമൊരു പകപോക്കൽ മാത്രമായിരുന്നു എയ്മണ്ട് ലക്ഷ്യമാക്കിയത്. എന്നാൽ എയ്മണ്ടിന്റെ ഭീമാകാരനായ ഡ്രാഗൺ വെഗാർ അവന്റെ നിയന്ത്രണം വിട്ട് ലൂക്കിനെയും അവന്റെ ചെറിയ ഡ്രാഗണെയും കടിച്ചു കീറി കൊന്നുകളഞ്ഞു. തന്റെ പ്രിയപ്പെട്ട മകന്റെ മരണവാർത്ത അറിഞ്ഞ റാനിയുടെ കണ്ണുകളിൽ സങ്കടത്തിന് പകരം വലിയൊരു പ്രതികാരത്തെയാണ് ആളിപ്പടരുന്നത്. വെസ്റ്റ്രോസിന്റെ ചരിത്രത്തിൽ ഡാൻസ് ഓഫ് ഡ്രാഗൺസ് എന്നറിയപ്പെടുന്ന അതിക്രൂരമായ യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു ആ മരണം. 2ാം സീസൺ തുടങ്ങുന്നത് വളരെ തണുത്തുറഞ്ഞ വടക്കൻ അതിർത്തിയായ ദ വാളിൽ നിന്നാണ്. റാനിയുടെ ദൂതനായി എത്തിയ ജെയിംസ് ടാർഗറിയൻ അവിടെ വിന്റർഫെല്ലിലെ ലോർഡ് ക്രെയ്ഗൻ സ്റ്റാർക്കുമായി ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കുന്നു. റാനീറ രാജ്ഞിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് 2000 വടക്കൻ പോരാളികളെ നോർത്ത് മെന്നെ നൽകാൻ ക്രെയ്ഗൻ സ്റ്റാർക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ ആ വലിയ സഖ്യത്തിന്റെ സന്തോഷം അധികം നേരം നീണ്ടു നിന്നില്ല. തന്റെ പ്രിയപ്പെട്ട അനിയൻ ലൂക്ക് കൊല്ലപ്പെട്ടു എന്ന വലിയ ദുരന്ത വാർത്ത അപ്പോഴാണ് ജെയിംസ് അറിയുന്നത്. ആകെ തകർന്നുപോയ ജെയിംസ് സങ്കടക്കടലായ തന്റെ അമ്മയുടെ അടുത്തേക്ക് ഡ്രാഗൺ സ്റ്റോണിലേക്ക് തന്നെ മടങ്ങി. മറുവശത്ത് കിങ്സ് ലാൻഡിങ്ങിൽ റാനീറ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ വരും എന്ന ഭയത്തിൽ സ്മോൾ കൗൺസിൽ പ്രതിരോധ മാർഗങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഏഗൻ രാജാവാണ് ഈ മീറ്റിങ്ങുകൾക്ക് നേതൃത്വം നൽകിയതെങ്കിലും അയാളുടെ ശ്രദ്ധ മുഴുവൻ തന്റെ കൊച്ചുമകനെ ജെഹാറിസിന് മേലിലായിരുന്നു. ഭാവിയിൽ രാജാവാങ്ങേണ്ടവനാണെന്ന് പറഞ്ഞ് കൊച്ചുമകനെ എപ്പോഴും തന്റെ കൂടെ തന്നെ ഏഗൻ കൊണ്ടു നടന്നു. ഇതിനിടയിൽ അലിസന്റിന് കൊട്ടാരത്തിൽ ഒരു വലിയ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവൾക്കു ചുറ്റും എപ്പോഴും കുതന്ത്രങ്ങൾ മെനയുന്ന പുരുഷന്മാരായിരുന്നു. അതിലേറ്റവും പ്രധാനി ലാരിസ് സ്ട്രോങ് ആയിരുന്നു. അലിസന്റെ ജോലിക്കാരെ എല്ലാം മാറ്റി അവിടെ മുഴുവൻ ലാരിസിന്റെ ചാരന്മാരെയാണ് നിയമിച്ചിരുന്നത്. സ്വന്തം കൊട്ടാരത്തിൽ അവൾക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ലൂക്കിന്റെ മരണത്തിൽ വലിയ കുറ്റബോധം അനുഭവിച്ചിരുന്ന അലിസന്റ് റാനീറയുമായി ഒരു സമാന ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും അവളുടെ അച്ഛൻ ഓട്ടോ ഹൈറ്റവർ യുദ്ധത്തിന് തയ്യാറെടുക്കാനാണ് ഏഗനെ പ്രേരിപ്പിച്ചത്. മകന്റെ മരണത്തിൽ റാനീറ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ വിശ്വസ്തരായ വലേറിയൻ നാവികസേന കിങ്സ് ലാൻഡിങ്ങിലേക്കുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടഞ്ഞു. അതോടെ നഗരത്തിലേക്കുള്ള ഭക്ഷണവും അവശ്യ സാധനങ്ങളും പൂർണ്ണമായും ഇല്ലാതായി. കിങ്സ് ലാൻഡിങ്ങിലെ സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണി കിടക്കാൻ തുടങ്ങി. തങ്ങളെ സഹായിക്കാൻ കഴിയാത്ത ഏഗൻ രാജാവിനോട് ജനങ്ങൾക്ക് കടുത്ത ദേഷ്യം തോന്നി തുടങ്ങി. ഇതിനിടയിൽ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച മൈസേരിയെ വെലാറിയൻ സേന പിടികൂടി ഡ്രാഗൺ സ്റ്റോണിൽ തടവിലാക്കി. ലൂക്കിന്റെ മരണത്തിന് പകരം ചോദിക്കാൻ ചോരത്തിളപ്പോയി നടക്കുന്ന ഡെയ്മണിന് മൈസേരിയുടെ സഹായം അത്യാവശ്യമായിരുന്നു. ഡെയ്മൺ രഹസ്യമായി കിങ്സ് ലാൻഡിങ്ങിൽ കടന്നുകയറി ബ്ലഡ് ആൻഡ് ചീസ് എന്നറിയപ്പെടുന്ന 2 വാടക കൊലയാളികളെ ഏർപ്പാടാക്കി. ഒരു ജീവന് പകരം മറ്റൊരു ജീവൻ, എ സൺ ഫോർ എ സൺ, അതായിരുന്നു ഡെയ്മണ്ട് ലക്ഷ്യം. എന്നാൽ കൊട്ടാരത്തിൽ കയറിയ കൊലയാളികൾക്ക് ഏമണ്ടിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പകരം അവർ കണ്ടത് ഏഗൻ രാജാവിൻ്റെ കൊച്ചുമകനായ ജെഹാറിസിനെയാണ്. യാതൊരു ദയവുമില്ലാതെ സ്വന്തം അമ്മയായ ഹെലേനയുടെ കൺമുന്നിലിട്ട് ആ കൊച്ചുകുട്ടിയെ അവർ അതിക്രൂരമായി വെട്ടിക്കൊന്നു. ഈ കൊലപാതകം തടയാൻ കഴിയാതിരുന്നതിൽ കിങ്സ് ഗാർഡ് തലവനായ ക്രിസ്റ്റൻ കോളിന് വലിയ നാണക്കേടുണ്ടായി. കാരണം ആ സമയത്ത് അയാൾ അലിസന്റുമായി ഒരു രഹസ്യ കാമുക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. തൻ്റെ പൊന്നോമനയുടെ ദാരുണമായ മരണം ഏഗണിനെ തീർത്തും സമനില തെറ്റിയ അവസ്ഥയിലാക്കി. റാനീറയോട് എന്ത് വില കൊടുത്തും പകരം ചോദിക്കുമെന്ന് അയാൾ ശപഥം ചെയ്തു. എന്നാൽ തന്ത്രശാലിയായ ഓട്ടോ ഈ വലിയ ദുരന്തത്തെ ജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. ആ കൊലയാളികളിൽ ഒരാൾ കൊട്ടാരത്തിലെ എലിപ്പിടുത്തക്കാരനാണെന്ന് ഏഗൺ മനസ്സിലാക്കി, റാറ്റ് കാച്ചർ. എന്നാൽ അയാൾ ആരാണെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ട് നഗരത്തിലെ മുഴുവൻ എലിപ്പിടുത്തക്കാരെയും പിടികൂടി തൂക്കിലിടാൻ നിർദ്ദേശിച്ചു. പട്ടിണി നടക്കുന്ന ജനങ്ങളെ ഈ നടപടി കൂടുതൽ ദേഷ്യപ്പിടിപ്പിക്കുമെന്ന് പറഞ്ഞ ഓട്ടോ അതിനെ എതിർത്തു. ഇത് കേട്ട് ദേഷ്യം വന്ന ഏഗൺ തൻ്റെ മുത്തച്ഛനായ ഓട്ടോയെ ഹാൻഡ് ഓഫ് ദ കിങ് സ്ഥാനത്ത് നിന്ന് അപ്പോൾ തന്നെ പുറത്താക്കി. പകരം ക്രിസ്റ്റൻ കോളിനെ ആ വലിയ സ്ഥാനത്ത് നിയമിച്ചു. ഒപ്പം കുതന്ത്രശാലിയായ ലാരിസിനെ മാസ്റ്റർ ഓഫ് വിസ്പറേഴ്സ് രഹസ്യാന്വേഷണ തലവനായി നിയമിച്ചു. അധികാരം കിട്ടിയ ഉടനെ ക്രിസ്റ്റൻ കോൾ അറിക് കാർഗൽ എന്ന കിങ്സ് ഗാർഡിനെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് പറഞ്ഞയച്ചു. അവൻ്റെ ഇരട്ട സഹോദരനായ എറിക്കിനെ പോലെ വേഷം മാറി റാനീറയെ വധിക്കുക എന്നായിരുന്നു ലക്ഷ്യം. ഈ സമയത്ത് ഡ്രാഗൺ സ്റ്റോണിൽ ഡെയ്മൺ ചെയ്ത ആ ക്രൂരമായ കൊലപാതകത്തിൻ്റെ പേരിൽ റാനീറ വലിയ ദേഷ്യത്തിലായിരുന്നു. ഒരു നിരപരാധിയായ കൊച്ചുകുട്ടിയെ കൊന്നത് റാനീറയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. തന്നെ റാനീറെ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഡെയ്മൺ വലിയ ഈഗോയിൽ അവിടെ നിന്നും റിവർലാൻഡ്സിലേക്ക് ബ്ലാക്ക് ഫാക്ഷന് വേണ്ടി സൈന്യത്തെ സ്വരൂപിക്കാൻ ഇറങ്ങി തിരിച്ചു. ഡെയ്മൺ പോയതിനു ശേഷം തടവിലായിരുന്ന മൈസേരിയെ റാനീറ ചോദ്യം ചെയ്തു. ശേഷം അവളെ സ്വതന്ത്രയാക്കാൻ റാനീറ തീരുമാനിച്ചു.
എന്നാൽ അവിടെ നിന്ന് പുറത്തു പോകാനിറങ്ങിയ മൈസീരിയെ കണ്ടത് വേഷം മാറി റാനീരെ കൊല്ലാൻ വരുന്ന അറിക് കാർഗിലിനെയാണ്. അവൾ ഉടൻ തന്നെ കാവൽക്കാരെ വിവരം അറിയിച്ചു. അറിക് റാനീറെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എറിക് അവിടേക്ക് എത്തുകയും ആ 8 സഹോദരന്മാർ തമ്മിൽ അതിക്രൂരമായൊരു പോരാട്ടം നടക്കുകയും ചെയ്തു. ഒടുവിൽ ആ വലിയ പോരാട്ടത്തിൽ അവർ 2 പേരും മരണപ്പെട്ടു. തന്റെ ജീവൻ രക്ഷിച്ച മൈസീരിയെ റാനീറ തന്റെ വിശ്വസ്തരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി, ദ സ്മോൾ കൗൺസിൽ. ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഒരു അവസാന ശ്രമം നടത്താൻ റാനീറ തീരുമാനിച്ചു. ഇതിനായി റാനിസിന്റെ സഹായത്തോടെ വേഷം മാറി റാനീറ കിങ്സ് ലാൻഡിങ്ങിലേക്കെത്തി അലിസനെ രഹസ്യമായി കണ്ടുമുട്ടി. വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കൂടിക്കാഴ്ചയിൽ വലിയൊരു സത്യം റാനീറ മനസ്സിലാക്കി. മരണത്തിന് മുമ്പ് വിസറിസ് രാജാവ് പറഞ്ഞത് എയ്ഗൺ ദ കോങ്കറുടെ പ്രവചനത്തെക്കുറിച്ച് ആയിരുന്നുവെന്നും അത് അലിസന്റ് സ്വന്തം മകനെ എയ്ഗണെക്കുറിച്ചാണെന്ന് തെറ്റിദ്ധരിച്ചാണെന്നും റാനീറയ്ക്ക് മനസ്സിലായി. തനിക്ക് വലിയൊരു അബദ്ധം പറ്റിയെന്ന് അലിസന്റിന് മനസ്സിലായെങ്കിലും ഇനി ഈയൊരു വലിയ യുദ്ധം തടയാൻ ആർക്കും കഴിയില്ല എന്ന് അലിസന്റ് നിസ്സഹായതയോടെ പറഞ്ഞു. ഇതിനിടയിൽ റിവർലാൻഡ്സിലെ വലിയ പ്രഭുക്കന്മാരുടെ പിന്തുണ നേടാൻ ഡെയ്മൺ ഹാരൻഹാൾ കൊട്ടാരത്തിലേക്ക് എത്തി. അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരിയ സർ സൈമൺ സ്ട്രോങ് ഡെയ്മണിനെ സ്വാഗതം ചെയ്യുകയും റാനീറയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വന്തം കുടുംബക്കാരായ ലയണലിനെയും ഹാർവിനെയും കൊന്ന ലാരിസിനോട് പ്രതികാരം ചെയ്യുക എന്നായിരുന്നു സൈമൺ സ്ട്രോങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഹാരൻഹാലിൽ താമസിക്കുന്ന സമയത്ത് ഡെയ്മണിന് പല വിചിത്രമായ സ്വപ്നങ്ങളും വിഷൻസും ഉണ്ടാകാൻ തുടങ്ങി. തൻ്റെ ഉള്ളിലെ സിംഹാസനത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹവും ആർത്തിയുമെല്ലാം ആ വിഷൻസിൽ അവൻ കണ്ടു. ഹൗസ് സ്ട്രോങ്ങിലെ ഒരു അവീത സന്തതിയും മന്ത്രവാദിനിയുമാണെന്ന് കരുതപ്പെടുന്ന ആലീസ് റിവേഴ്സ് എന്ന സ്ത്രീ ഡെയ്മണ് ഒരു വലിയ മുന്നറിയിപ്പ് നൽകി. എന്നെങ്കിലും ഒരു നാൾ ഡെയ്മൺ ഈ ഹാരൻഹാലിൽ വെച്ച് തന്നെ മരണപ്പെടുമെന്ന്. ഈ വലിയ മാനസിക സംഘർഷങ്ങൾക്കിടയിലും റിവർലാൻഡ്സിലെ പല കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാൻ ഡെയ്മൺ ശ്രമിച്ചു. അവിടെ കാലങ്ങളായി ശത്രുതയിലായിരുന്ന ബ്ലാക്ക്വുഡ്, ബ്രാക്കൺ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഡെയ്മൺ ബ്ലാക്ക്വുഡ് കുടുംബത്തിനൊപ്പം നിന്നു. ഇതിന് പകരമായി ബ്രാക്കൺ കുടുംബാംഗങ്ങളെ സ്വന്തം സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്താൻ ഡെയ്മൺ അവർക്ക് അനുവാദം നൽകി. ഈ ക്രൂരത കണ്ട റിവർലാൻഡ്സിലെ മറ്റു പ്രഭുക്കന്മാർ ഡെയ്മണിനെ തള്ളിപ്പറയുകയും അവിടെ പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങിയാൽ തൻ്റെ ഇളയ കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്ന ഭയന്ന റാനീറ ജോഫ്രി, എയ്ഗൺ ദ യങ്ങർ, വിസിയറിസ് എന്നിവരെ 4 ഡ്രാഗൺ മുട്ടകൾക്കൊപ്പം ദ വെയിലിലേക്ക് ലേഡി ജെയിനറിൻ്റെ സംരക്ഷണത്തിനായി പറഞ്ഞയച്ചു. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഡെയ്മണിൻ്റെ മകളായ റൈനയെയും അവർക്കൊപ്പം വിട്ടു. തൻ്റെ കുടുംബത്തിൽ ഡ്രാഗൺ ഇല്ലാത്ത ഒരേ ഒരാൾ താനാണെന്ന വലിയ സങ്കടം റൈനയുടെ മനസ്സിലുണ്ടായിരുന്നു. എയ്ഗൺ രാജാവ് ഹാരൻഹാൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ക്രിസ്റ്റൻ കോളിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യത്തെ അയച്ചു. അലിസന്റെ സഹോദരനായ ഗ്വെയിനും ആ സൈന്യത്തിലുണ്ടായിരുന്നു. എന്നാൽ രാജാവിൻ്റെ ഉത്തരവ് ധിക്കരിച്ച് എയ്മണ്ടുമായി ചേർന്ന് രഹസ്യമായി റൂക്സ് റെസ്റ്റ് എന്ന വലിയൊരു കോട്ട പിടിച്ചെടുക്കാനാണ് ക്രിസ്റ്റൻ കോൾ പദ്ധതിയിട്ടത്. തന്നെ അറിയിക്കാതെ എയ്മണ്ടും ക്രിസ്റ്റനും ചേർന്ന് പ്ലാൻ മാറ്റിയത് എയ്ഗണിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അവൻ എയ്മണ്ടിനെ ചോദ്യം ചെയ്തെങ്കിലും എയ്മണ്ട് അവനെ പരസ്യമായി അപമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സങ്കടത്തോടെ അമ്മയെ അലിസന്റെ അടുത്തേക്ക് ചെന്ന എയ്ഗണിന് അവിടെ നിന്നും കിട്ടിയത് കുത്തുവാക്കുകൾ മാത്രമാണ്. അവന് ഒരു നല്ല രാജാവാകാനുള്ള കഴിവില്ലെന്നും തീരുമാനങ്ങളെല്ലാം സ്മോൾ കൗൺസിലിന് വിട്ടുകൊടുക്കാനും അവൾ പറഞ്ഞു. മധ്യലേരിയിലും വലിയ അപമാനപരത്തിലും കത്തിയിരിക്കുന്ന മനസ്സോടെ എയ്ഗൺ തൻ്റെ ഡ്രാഗണായ സൺഫയറിലേറി റൂക്സ് റസിലെ യുദ്ധഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് പറന്നു. എല്ലാ വിജയവും തൻ്റേത് മാത്രമാക്കണമെന്ന വാശിയായിരുന്നു അവന്. റൂക്ക് റസിലെ ആക്രമണവിവരം അറിഞ്ഞപ്പോൾ യുദ്ധത്തിന് പോകാൻ ജെയ്സ് ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ മകനെ നഷ്ടപ്പെടുമെന്ന് ഭയത്താൽ റനീർ അത് വിലക്കി. പകരം താൻ തന്നെ യുദ്ധത്തിന് പോകാമെന്ന് അവൾ പറഞ്ഞു. എന്നാൽ അത് വളരെ അപകടമാണെന്ന് പറഞ്ഞ് റാനീസ് അവളെ തടയുകയും താൻ സ്വന്തം ഡ്രാഗനായ മെലൈസിനൊപ്പം യുദ്ധത്തിന് പോകാമെന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. യാത്ര തിരിക്കുന്നതിന് മുമ്പ് റാനീസ് തൻ്റെ പ്രിയ ഭർത്താവ് കോൾലെസിനോട് വളരെ വൈകാരികമായി യാത്ര പറഞ്ഞു. കോൾലെസിന് അലിൻ ആൻഡ് ആഡം എന്നീ 2 അവിഹിത പുത്രന്മാരുണ്ടെന്ന കാര്യം തനിക്കറിയാമെന്ന് റാനീസ് വെളിപ്പെടുത്തി. നിയമപരമായ മക്കളെല്ലാം മരിച്ച സ്ഥിതിക്ക് യാതൊരു നാണക്കേടും വിചാരിക്കാതെ അവരെ സ്വന്തം മക്കളായി അംഗീകരിക്കാനും ഡ്രിഫ്റ്റ് മാർക്കിൻ്റെ അവകാശികളാക്കാനും റാനീസ് അദ്ദേഹത്തോട് ഉപദേശിച്ചു. പിന്നീട് റാനീസ് മെലൈസുമൊത്ത് യുദ്ധഭൂമിയിലേക്കെത്തി ക്രിസ്റ്റൻ കോളിൻ്റെ ഗ്രീൻ സൈന്യത്തെ അഗ്നിക്കിരയാക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം എയ്മണ്ട് നേരത്തെ തയ്യാറാക്കിയൊരു കെണിയായിരുന്നു. റാനീറുടെ ഡ്രാഗനുകളെ വകവരുത്താൻ വേഗാറിനെയും കൊണ്ട് എയ്മണ്ട് അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എയ്ഗൺ യുദ്ധത്തിലേക്ക് കടന്നു വന്നു. എയ്മണ്ടിന് യാതൊരു ദയമുണ്ടായിരുന്നില്ല. അവൻ വേഗാറിനെ കൊണ്ട് റാനീസിനെയും സ്വന്തം ചേട്ടനായ എയ്ഗണിനെയും ഒരുമിച്ച് ആക്രമിക്കാൻ ഉത്തരവിട്ടു. വലിയൊരു ആക്രമണത്തിൽ എയ്ഗണിനും അവൻ്റെ ഡ്രാഗൺ സൺഫയറിനും ഗുരുതരമായി പരിക്കേൽക്കുകയും അവർ താഴേക്ക് പതുക്കുകയും ചെയ്തു. ആകാശത്ത് വെച്ച് നടന്ന വലിയൊരു പോരാട്ടത്തിൽ ഭീമാകാരനായ വേഗാർ മെലൈസിനെ കടിച്ചു കൊന്നു. ഡ്രാഗണിനൊപ്പം താഴേക്ക് പതിച്ച് റാനീസ് വീരമൃത്യു വരിച്ചു. യുദ്ധഭൂമിയിലെ ശവശരീരങ്ങൾക്കിടയിലൂടെ നടന്നുപോയ ക്രിസ്റ്റൻ കോൾ കാണുന്നത് മരണാസന്നായി കിടക്കുന്ന സ്വന്തം ചേട്ടനായ എയ്ഗണിനെ കൊന്നു തീർക്കാൻ നിൽക്കുന്ന എയ്മണ്ടിനെയാണ്. ക്രിസ്റ്റൻ അത് തടഞ്ഞു. യുദ്ധം വിജയിച്ചെങ്കിലും മരിച്ച ഡ്രാഗണിൻ്റെ തലയുമായി നഗരത്തിൽ വന്നത് ഒരു ദുർനിമിത്തമായിട്ടാണ് സാധാരണ ജനങ്ങൾ കണ്ടത്. എയ്ഗൺ കോമയിലായതുകൊണ്ട് അലിസൺ റീജന്റ് ആകാൻ ശ്രമിച്ചെങ്കിലും അതായത് രാജാവിന് പകരം ഭരിക്കുന്നവളാൻ തീരുമാനിച്ചെങ്കിലും സ്മോൾ കൗൺസിൽ ഒരു സ്ത്രീയാണെന്ന കാരണത്താൽ അവളെ തഴയുകയും എയ്മണ്ടിനെ ആ സ്ഥാനത്തേക്ക് ഇരുത്തുകയും ചെയ്തു. അധികാരം കിട്ടിയ ഉടനെ തന്നെ എയ്മണ്ട് വലിയൊരു സ്വേച്ഛാപതിയെ പോലെ പെരുമാറാൻ തുടങ്ങി.
പട്ടിണി കിടക്കുന്ന ജനങ്ങളെ നഗരം വിട്ടുപോകാൻ അയാൾ അനുവദിച്ചില്ല. എയ്മണ്ടിൻ്റെ ക്രൂരത കണ്ട് അലിസന് ഭയന്നു. സ്വന്തം ചേട്ടനെ എയ്മണ്ട് കൊല്ലാൻ നോക്കിയത് ക്രിസ്റ്റൻ കോൾ രഹസ്യമാക്കി വെച്ചു. എയ്മണ്ട് അലിസനെ സ്മോൾ കൗൺസിലിൽ നിന്ന് പുറത്താക്കുകയും ക്രിസ്റ്റൻ കോളിനെ ഹാൻഡ് സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. പകരം തൻ്റെ മുത്തച്ഛനെ ഓട്ടോ ഹൈറ്ററിനെ തിരികെ വിളിക്കാൻ തീരുമാനിച്ചു. പക്ഷേ വരുന്ന വഴിക്ക് ഓട്ടോയെ ആരോ തടവിലാക്കി. ക്രിസ്റ്റൻ കോളിനെ ഹാരൻഹാൽ പിടിക്കാൻ പറഞ്ഞയക്കുകയും വെലാരിയൻ കപ്പലുകളുടെ ഉപരോധം തകർക്കാൻ വേണ്ടി ട്രയർക്കുമായി സഖ്യമുണ്ടാക്കാൻ ലോർഡ് ടൈലൻ ലാനിസ്റ്ററെ എയ്മണ്ട് അയക്കുകയും ചെയ്തു. യുദ്ധത്തിന് പോകും മുമ്പ് ക്രിസ്റ്റൻ കോൾ അലിസന്റെ സഹോദരൻ ഗെയിനോട് തൻ്റെ സങ്കടം പങ്കുവച്ചു. ഈ യുദ്ധത്തിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ലെന്നും ഇതെല്ലാവരുടെയും അർത്ഥശൂന്യമായ മരണത്തിൽ മാത്രമേ കലാശിക്കൂ എന്നും അവൻ പറഞ്ഞു. ഈ സമയം ആരുമില്ലായ ലാരി സ്ട്രോങ് കോമയിലായ ഏഗണിൻ്റെ അടുത്തേക്കെത്തി അവന് മാനസികമായി വലിയ പിന്തുണ നൽകാൻ തുടങ്ങി. ശരീരത്തിന് മാത്രമേ പരിക്കുള്ളൂ, മനസ്സിപ്പോഴും ശക്തമാണെന്ന് അവൻ ഏഗണിനെ വിശ്വസിപ്പിച്ചു. ട്രാൻസിൻ്റെ മരണത്തിൽ സങ്കടപ്പെടുന്ന കോർലിസ് അവളുടെ ഉപദേശം കേട്ട് തൻ്റെ കൊച്ചുമക്കളായ ബെയിലയെ ഡ്രിഫ്റ്റ് മാർക്കറ്റ് അവകാശിയാക്കാൻ തീരുമാനിച്ചു. എന്നാൽ താനൊരു ടാർഗേറിയനാണെന്നും യഥാർത്ഥ വെലറിയൻ രക്തമുള്ള ആരെങ്കിലും ആ സ്ഥാനം ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് ബെയില അത് സ്നേഹപൂർവ്വം നിരസിച്ചു. തുടർന്ന് കോർലിസ് തൻ്റെ രഹസ്യമകനെ അലനെ തൻ്റെ ഫസ്റ്റ് മേറ്റായി പ്രഖ്യാപിച്ചു. എന്നാൽ സ്വന്തം മക്കൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ തിരിഞ്ഞു നോക്കാത്ത അച്ഛൻ്റെ ഈ ഔദാര്യം അലൻ പുച്ഛിച്ചു തള്ളി. ഇതിനിടയിൽ റാനീറ കോർലിസിനെ തൻ്റെ പുതിയ ഹാൻഡ് ഓഫ് ദ ക്യൂനായി നിയമിച്ചു. യുദ്ധത്തിൽ തന്നെ മാറ്റി നിർത്തുന്നതിൽ വലിയ ദേഷ്യത്തിലായിരുന്ന ജെയ്സ് റാനീറയോട് ചോദിക്കാതെ ലോർഡ് ഫ്രേയുമായി ഒരു വലിയ സഖ്യമുണ്ടാക്കി. വടക്കു നിന്നുള്ള ക്രൈഗൺ സ്റ്റാർക്കിൻ്റെ സൈന്യത്തിന് ട്രൈഡൻ നദി കടക്കാനുള്ള പാലം ഉപയോഗിക്കാൻ ഫ്രേ അനുവാദം നൽകി. മകൻ്റെ വലിയ നേട്ടത്തിൽ സന്തോഷിച്ച റാനീറ അവനെ തൻ്റെ ഏറ്റവും അടുത്ത വൃത്തത്തിലേക്ക് ഉൾപ്പെടുത്തി. ഏഗൺ ദ കോങ്കറുടെ ആ പഴയ വലിയ പ്രവചനം അവൾ മകന് പറഞ്ഞു കൊടുത്തു. ഗ്രീൻ ഫാക്ഷനെ നേരിടാൻ തങ്ങൾക്കുള്ള ഏക മാർഗം കൂടുതൽ ഡ്രാഗണുകളെ അണിനിരത്തുക എന്നാണെന്ന് അവർക്ക് മനസ്സിലായി. ഡ്രാഗൺ സോണിൽ റൈഡർമാരില്ലാതെ നിൽക്കുന്ന ഡ്രാഗണുകളെ മെരുക്കാൻ ടാർഗെറിൻ രക്തമുള്ള വിദൂര ബന്ധുക്കളെ കണ്ടെത്താൻ അവർ പഴയ രേഖകൾ പരിശോധിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ മൈസേരിയ കിങ്സ് ലാൻഡിങ്ങിലെ പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് രഹസ്യമായി ഭക്ഷണവും സാധനങ്ങളും എത്തിച്ചു കൊടുത്തു. ഇത് ജനങ്ങളുടെ മനസ്സിൽ റാനീറയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും ഗ്രീൻ ഫാക്ഷനുള്ള ദേഷ്യം കൂട്ടാനും കാരണമായി. റാനീറയും മൈസേരിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും അവർ പരസ്പരം ചുംബിക്കുകയും ചെയ്തു. ഇതേസമയം ലേണയുടെ ഉപേക്ഷിക്കപ്പെട്ട ഡ്രാഗനായ സീ സ്മോക്ക് കോർലിസിൻ്റെ രഹസ്യമകനെ ആഡമിനെ സ്വയം തൻ്റെ റൈഡറായി തിരഞ്ഞെടുത്തു. ആഡം റാനീറയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും കോർലിസാണ് തൻ്റെ അച്ഛനെന്ന സത്യം മറച്ചുവെച്ചു. ഇതോടെ കൊട്ടാരത്തിന് പുറത്തുള്ള ടാർഗറിൻ അവൈധ സന്തതികളെ, അതായത് ഡ്രാഗൺ സീഡ്സിനെ കണ്ടെത്തി ഡ്രാഗണുകളെ നൽകാം എന്ന് മൈസേരിയ ഒരു വലിയ ഐഡിയ റാനീറയ്ക്ക് നൽകി. താനും ഒരു അവൈധ സന്തതി ആയതുകൊണ്ട് ആദ്യം ജെയ്സ് ഇതിനെ എതിർത്തെങ്കിലും പിന്നീട് സമ്മതിച്ചു. കിങ്സ് ലാൻഡിങ്ങിൽ ടാർഗറിൻ രക്തമുള്ള ആർക്കും ഡ്രാഗൺ സോണിൽ വന്ന് ഭാഗ്യം പരീക്ഷിക്കാമെന്ന് മൈസേരിയ വലിയൊരു അറിയിപ്പ് നൽകി. ഇത് കേട്ട് ഒരുപാട് പേർ വന്നു. അതിൽ പ്രധാനികൾ ഹ്യൂഗ് ഹാമർ എന്നൊരു കൊല്ലനും മദ്യപനായ ഉൾഫ് ദ വൈറ്റ് എന്നൊരാളുമായിരുന്നു. താൻ വിസേറസിൻ്റെയും ഡേമണിൻ്റെയും അർദ്ധസോഹനാണെന്നായിരുന്നു ഉൾഫിൻ്റെ അവകാശവാദം. മരുന്നൊന്നുമില്ലാതെ സ്വന്തം കുഞ്ഞ് മരിച്ചതിൻ്റെ വലിയ സങ്കടത്തിലായിരുന്നു ഹ്യൂ ഹാമർ. ഡ്രാഗൺ സ്റ്റോണിലേക്ക് എത്തിയവരെ വളരെ ക്രൂരമായ വെർമിത്തോർ എന്ന വലിയ ഡ്രാഗൻ്റെ മുന്നിലേക്കാണ് കൊണ്ടുപോയത്. വെർമിത്തോർ അവിടെ വന്നവരെയെല്ലാം തീതുപ്പി കൊന്നൊടുക്കാൻ തുടങ്ങി. ആ വലിയ കൂട്ടക്കൊലയ്ക്കിടയിൽ ഒരു സ്ത്രീയെ രക്ഷിക്കാൻ ഹ്യൂ ഹാമർ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് വരികയും വെർമിത്തോറിനെ നേർക്കുനേരിൽ നിന്ന് നേരിടുകയും ചെയ്തു. അവൻ്റെ ധൈര്യം കണ്ട് വെർമിത്തോർ ശാന്തനാവുകയും അവനെ തന്നെ സ്വന്തം റൈഡറായി അംഗീകരിക്കുകയും ചെയ്തു. പേടിച്ചോടി ഒളിച്ച ഉൾഫാകട്ടെ ആകസ്മികമായി സിൽവർ വിങ് എന്ന ഡ്രാഗൻ്റെ മുന്നിലെത്തുകയും ആ ഡ്രാഗൺ അവനെ സ്വന്തമാക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ കിങ്സ് ലാൻഡിങ്ങിൽ എയ്മണ്ട് അറിയുന്ന സമയത്ത് വലിയൊരു ഞെട്ടലാണ് അവനുണ്ടായത്. തൻ്റെ ഇളയ സഹോദരനായ ഡെയ്റോൺ ടെസാറിയോൺ എന്ന ഡ്രാഗണുമായി യുദ്ധത്തിന് വരുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു എയ്മണ്ട്. പക്ഷേ റാനീറയ്ക്ക് പുതിയതായി ഹ്യൂ, ഉൾഫ് എന്നിങ്ങനെ 2 ഡ്രാഗൺ റൈഡർമാരെ കൂടെ കിട്ടിയെന്ന വാർത്ത അവൻ്റെ അഹങ്കാരം ശരിക്കും കെടുത്തിക്കളഞ്ഞു. ഭയന്നുപോയ എയ്മണ്ട് തൻ്റെ സഹോദരിയായ ഹെലേനയോട് അവളുടെ വലിയ ഡ്രാഗനായ ഡ്രീം ഫയറുമായി യുദ്ധത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. പക്ഷെ അവൾ തയ്യാറായില്ല. എയ്മണ്ടിൻ്റെ മരണം താൻ സ്വപ്നത്തിൽ കണ്ടുവെന്ന് അവൾ മുഖത്ത് നോക്കി പറഞ്ഞു. അധികാര കൊതിയനായ എയ്മണ്ട് കോമയിലുള്ള ഏഗണെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ലാരി സ്ട്രോങ് രാത്രിക്ക് രാത്രി ഏഗണയും കൂട്ടി കിങ്സ് ലാൻഡിങ്ങിൽ നിന്നും വളരെ രഹസ്യമായി രക്ഷപ്പെട്ടു. മറുവശത്ത് ദ വെയിലിൽ ലേഡി ജെയിൻ അറിൻ അവിടെ ഒരു വലിയ വൈൽഡ് ഡ്രാഗൺ ഉണ്ടെന്ന രഹസ്യം റൈനയോട് പറഞ്ഞു. ഇളയ കുട്ടികളായ വിസേഴ്സിനെയും എയ്ഗൺ ദ യങ്ങറിനെയും പെൻഡോസിലെ രാജകുമാരൻ സംരക്ഷിക്കാമെന്ന് ഏറ്റിട്ടുണ്ടെന്നും അറിയിച്ചു. ആ കുട്ടികൾ യാത്ര പോയതിന് പിന്നാലെ റൈന ആ വലിയ കാട്ടു ഡ്രാഗനെ സ്വന്തമാക്കാൻ ഒറ്റയ്ക്ക് യാത്ര തിരിച്ചു. ഹാരൻഹാളിൽ ഡേമൺ ഹൗസ് ടള്ളി കുടുംബവുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവിടുത്തെ നേതാവായ ഗ്രോവർ ടള്ളി വളരെ വയസ്സായ ഒരാളായിരുന്നു. ആലിസ് റിവേഴ്സ് അയാളെ രഹസ്യമായി കൊലപ്പെടുത്തി. പകരം ചെറുപ്പക്കാരനെ ഓസ്കാർ ടള്ളിയെ പുതിയ തലവനാക്കി. ഓസ്കാർ റാനീറയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി. പക്ഷേ ബ്രാക്കൻ കുടുംബത്തെ കൊന്നൊടുക്കിയ വില്യം ബ്ലാക്ക്വുഡിനെ വധിക്കണമെന്ന വലിയൊരു ഡിമാൻഡ് ഓസ്കാർ മുന്നോട്ട് വെച്ചു. ഡെയ്മൺ അതനുസരിക്കാൻ നിർബന്ധിതനായി. ഇതിനിടയിൽ ഡെയ്മണെ നിയന്ത്രിക്കാൻ റാനീറ പറഞ്ഞയച്ച ആൽഫ്രഡ് ബ്രോം എന്നയാൾ റാനീറയെ ചതിച്ചു.
സിംഹാസനം സ്വന്തമാക്കാൻ ഡെയ്മണിനെ അയാൾ ഉപദേശിച്ചു. എന്നാൽ ആലിസ് റിവേഴ്സ് ഡെയ്മണിനെ ഒരു വലിയ മാന്ത്രിക മരത്തിനരികിൽ കൊണ്ടുപോയി ഏഗൺ ദ കോങ്കറുടെ പ്രവചനം സ്വപ്നമായി കാണിച്ചു കൊടുത്തു. ലോകം നേരിടാൻ പോകുന്ന വലിയൊരു വിപത്തായ വൈറ്റ് വോക്കേഴ്സിൻ്റെ വരവും അതിനെ നേരിടാൻ ടാർഗറിയന്മാർ ഒന്നിച്ചു നിൽക്കണമെന്ന സത്യവും ഡെയ്മൺ മനസ്സിലാക്കി. തൻ്റെ വലിയ ഈഗോ മാറ്റിവെച്ച് ഡെയ്മൺ പൂർണ്ണമായും റാനിയറയ്ക്ക് കീഴടങ്ങാൻ തീരുമാനിച്ചു. ഇത് കണ്ട് ആൽഫ്രഡ് ബ്രൂം അവിടെ നിന്നും പേടിച്ചോടി. അങ്ങനെ സീസൺ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ റാനിയറ തൻ്റെ വലിയ സൈന്യത്തെയും കൂട്ടി ഒരു നിർണായക യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ആഡം, ഹ്യൂ, ഉൾഫ് എന്നീ പുതിയ ഡ്രാഗൺ റൈഡർമാരും അവൾക്കൊപ്പമുണ്ട്. എന്നാൽ അവർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ആരും അറിയാതെ അലിസൻറ്റ് ഡ്രാഗൺ സ്റ്റോണിലേക്ക് എത്തി റാനിയറയെ കാണുന്നു. ഇനി ഒരു തുള്ളി ചോര പോലും വീഴരുതെന്നും യുദ്ധം ഒഴിവാക്കാൻ താൻ സഹായിക്കാമെന്നും അലിസൻ പറയുന്നു. തന്നെയും തൻ്റെ മറ്റു മക്കളെയും വെറുതെ വിട്ടാൽ റാനിയറയ്ക്ക് അയൺ ത്രോൺ തരാമെന്നും അവർ വാക്ക് നൽകുന്നു. എന്നാൽ റാനിയറ ഒരു വലിയ ഡിമാൻഡ് വെച്ചു. അവൾക്ക് സിംഹാസനത്തിൽ ഭയമില്ലാതെ ഇരിക്കണമെങ്കിൽ എയ്ഗണിനെ കൊല്ലണം. മറ്റു വഴികളില്ലാതെ അലിസൻ അതിനെ വളരെ വേദനയോടെ സമ്മതിക്കുന്നു. കൃത്യം 3 ദിവസത്തിനുള്ളിൽ കിങ്സ് ലാൻഡിങ്ങിൻ്റെ വലിയ വാതിലുകൾ റാനിയറയ്ക്ക് മുന്നിൽ തുറന്നു കൊടുക്കാമെന്നും യാതൊരു യുദ്ധവുമില്ലാതെ സിംഹാസനം അവൾക്ക് സ്വന്തമാക്കാമെന്നും അലിസൻ സത്യം ചെയ്യുന്നിടത്താണ് ഈ വലിയ കഥയുടെ 2ാം സീസൺ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് വരും നാളുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു ഗൈസ്.